Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ കുടുംബത്തിനും സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, अनुग्रह भरे नाम से, यीशु में समृद्धि के आज के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എൻ്റെ പേര് ഹരീഷ് ഇതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദില് പാസ്റ്റർമാരുടെ രൂപത്തിൽ ചെയ്യുന്നു. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद जो दिल्ली के बहुत ही नजदीक है वहाँ पासवान के रूप में सेवकाई करते हैं. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സുവിശേഷ വേല നോർത്ത് ഇന്ത്യയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ എല്ലാ വർക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീസസ് കിച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കുക പ്രാർത്ഥിക്കുക. हमारे लिए, हमारे परिवार के लिए, कलीसिया के लिए निरंतर प्रार्थना में रहिएगा. आप जो कुछ कर सकते हैं प्रार्थना के रूप में हमें प्रार्थना में रखिएगा. जब आप अपने प्रार्थना में बैठते हैं तो हमारे लिए, हमारे परिवार के लिए भी प्रार्थना कीजिएगा. कलीसिया के लिए प्रार्थना कीजिएगा. जीसस किचन के लिए प्रार्थना कीजिएगा. और नॉर्थ इंडिया में सेवकाई आगे बढ़े, फरीदाबाद में सेवकाई आगे बढ़े, उसके लिए प्रार्थना कीजिएगा. കർത്താവിന്റെ ഒത്തിരി ആത്മാക്കള് കർത്താവിനെ അറിയട്ടെ. നോർത്ത് ഇന്ത്യ കർത്താവിന്റെ സ്നേഹം അറിയട്ടെ. അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യണം. और नॉर्थ इंडिया में परमेश्वर का राज्य और बढ़े, उसके लिए प्रार्थना कीजिएगा. और जो भी आपके परिवार से हो सकता है उसको कीजिएगा. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ മുതൽ നമ്മൾ ശാപങ്ങളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്, ശാപത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡുകൾ മിസ്സായിട്ടൊന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചർച്ചിന്റെ യൂട്യൂബ് ചാനലിൽ, ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന്റെ യൂട്യൂബ് ചാനലിൽ അത് അവൈലബിൾ ആണ്. പോകുക, പഠിക്കുക. അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചാൽ ആ ശാപങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള ശാപങ്ങളോ പാറ്റേണുകളോ നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരാം. അതിനുവേണ്ടിയുള്ള വഴികൾ ആ ടീച്ചിങ്ങിൽ കൂടെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. जैसे पिछले एपिसोड से हमने श्रापों के बारे में सीखना शुरू किया और डिटेल में हम सीखेंगे कि श्राप क्या होता है और कैसे उसमें से निकल सकते हैं. पिछले हफ्ते हमने शुरू किया. अगर आप कोई भी एपिसोड मिस करते हैं या मिस किया है तो यूट्यूब पे जाइएगा, टेम्पल ऑफ द मोस्ट हाई गॉड चर्च टाइप कीजिएगा. वहाँ पे आपको सारे मैसेजेस वहाँ पे अवेलेबल होंगे. तो उसमें जाके सीखिएगा और कैसे श्रापों से निकल सकते हैं वो भी हम मिलके सीखेंगे. ശാപങ്ങൾ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ്ലി ഫ്രസ്ട്രേഷൻ ആണോ? കൈവെക്കുന്നതിൽ ഒന്നും അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല, എല്ലാത്തിലും ഫെയിലിയർ ആണോ? മാരേജസിൽ പ്രശ്നങ്ങളുണ്ടോ? ബിസിനസ്സിൽ പ്രശ്നങ്ങൾ, കരിയറിൽ പ്രശ്നങ്ങൾ, നിങ്ങൾ പോകുന്നിടത്തൊന്നും ഫലങ്ങൾ കിട്ടുന്നില്ല. 2 വർഷം അവിടെ, 2 വർഷം ഇവിടെ, നിങ്ങൾ എല്ലായിടവും ട്രൈ ചെയ്ത് നോക്കി, ഒന്നിലും അങ്ങോട്ട് ഒരു ഇൻക്രീസ് വരുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങളിൽ കൂടാണോ, ബാഡ് ലക്കിൽ കൂടാണോ, വിഷമങ്ങളിൽ കൂടാണോ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അനലൈസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ശാപങ്ങളുടെ അണ്ടറിലായിരിക്കും. അതിനുവേണ്ടി ഒന്ന് ഒബ്സർവ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റും ഈസി ആയിട്ട്. अगर आप अपने जीवन में देख रहे हैं कि आप हमेशा फ्रस्ट्रेशन में हो, कंफ्यूजन में हो, आपके जीवन में कोई भी चीज़ सही नहीं है, जो भी आप करते हो वो फलवल नहीं होता, आपका व्यवसाय, आपका जॉब, आपका परिवार, आपके बच्चे, घर में अशांति है, कोई भी चीज़ जो आपके साथ जुड़ी हुई है उसमें फलवन नहीं है, फल नहीं आप प्रोड्यूस कर पा रहे, तो आपको ये देखना है कि आप श्राप के नीचे हैं और कौन से श्राप के नीचे हैं ये भी सीखना बहुत ही ज़रूरी है. സോ ഇന്ന് നമുക്ക് നോക്കാം ബൈബിൾ ഡെഫിനിഷൻസ്. കഴ്സ അല്ലെങ്കിൽ ശാപങ്ങളെ കുറിച്ചുള്ള കുറച്ച് ബൈബിൾ ഡെഫിനിഷൻസ് നമുക്ക് ഇന്നത്തെ വചനത്തിൽ കൂടെ പഠിക്കാൻ മുന്നോട്ട് പോവാം. और पवित्र शास्त्र में से सीखेंगे हम श्राप के बारे में. और पवित्र शास्त्र हमें क्या सिखाता है श्राप के बारे में, आज हम वो सीखेंगे. കഴ്സ അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറിനോട് ഒരു അപ്പീലാണ്. ഇന്ന ആളിന്റെ മേളിൽ ഇന്ന പ്രശ്നങ്ങൾ, അല്ല ഇന്ന ഗ്രൂപ്പിന്റെ മേളിൽ ഇന്ന അവരുടെ ഫാമിലിയുടെ മേളിൽ ഇന്നത് വരണം, ഇന്ന പ്രശ്നങ്ങൾ വരണം എന്നുള്ള ഒരു സൂപ്പർ നാച്ചുറൽ അപ്പീലാണ്. അതിനെയാണ് ശാപം എന്ന് പറയുന്നത്. നമ്മളറിയാം ബലാമിൻ്റെ സ്റ്റോറി. നമ്മൾ മോവാബ് കിങ്ങിന് അവർ ഒരു ദൈവത്തിനോട് അപ്പീൽ ചെയ്തു ഇവരുടെ മേളിൽ ശാപങ്ങൾ വരണമെന്ന്. ശപിക്കാൻ പറ്റിയില്ല ഇസ്രായേലിനെ കുറച്ച് നാളുകൾ. പിന്നെ ഇസ്രായേലുകാർ തന്നെ സ്വന്തം ഡിസൊബീഡിയൻസിൽ കൂടെ ശാപം മേളി വിളിച്ചു വരുത്തി കർത്താവിൻ്റെ മേത്തുനിന്ന്. സോ ശാപം എന്ന് പറയുന്നത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട അപ്പീലാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ഒരു അപ്പീലാണ് പവറിനോട്, സൂപ്പർ നാച്ചുറൽ പവറിനോട് അപ്പീലാണ്. ഇന്നയാളുടെ ഇന്ന മേളിൽ ഇന്ന പ്രശ്നങ്ങൾ വരട്ടെ, ഇന്ന അസുഖങ്ങൾ വരട്ടെ എന്നുള്ള ഒരു അപ്പീലാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എല്ലാ രക്ഷയുണ്ട് യേശുവിൻ്റെ നാമത്തിൽ, അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തോട്ട് വരാം. ആദ്യം നിങ്ങൾ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമാണ്, പാറ്റേൺ ആണ് എന്നറിഞ്ഞാൽ മാത്രമേ പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
श्राप क्या होता है? श्राप वो है जो सुपरनैचुरल जो शक्ति से लोग अपील करते हैं कि उस व्यक्ति के ऊपर श्राप पड़े। तो एक ऐसी शक्ति से वो लोग जब अपील करते हैं और कहते हैं कि अगर ऐसे नहीं होगा तो उसके ऊपर श्राप पड़ेगा। जैसे बाइबल में भी हमें पता है बलाक और बलाम का जो कहानी था, जो स्टोरी है, और मोआब के ऊपर, इजरायलियों के ऊपर जो श्राप को बोला गया था, पर इजरायली उस श्राप के नीचे नहीं आए। परंतु कुछ सालों बाद इजरायली, क्योंकि परमेश्वर के वचन के अनुसार नहीं चल रहे थे, तो परमेश्वर के वचन के अनुसार जब नहीं चले, इस कारण उनके ऊपर श्राप पड़ा। परंतु कोई सुपरनैचुरल शक्ति से जो लोग अपील करते हैं उसको श्राप कहते हैं। രണ്ടാമത് നമുക്ക് ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് കാര്യം മനസ്സിലാക്കാം. ഡ്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 27:15, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 27:15, അതിൽ എഴുതിയേക്കുന്നത് ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. ഒന്ന് പഠിച്ചേ. व्यवस्था विवरण 27:15, श्रापित हो वह मनुष्य जो कोई मूर्ति कारीगर से खुदवाकर या डलवाकर निराले स्थान में स्थापन करे, क्योंकि इससे यहोवा घृणा करता है. तब सब लोग कहे आमेन. ഒരു ഫ്യൂച്ചർ ആക്ഷന് കർത്താവിന്റെ വചനം പറയുന്നത്, കൽപ്പണിക്കാരെ, നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയ എന്ത് വിഗ്രഹമോ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇത് ദൈവമാണ്, അത് ദൈവമാണ്, ആരുടെ പേര് പറഞ്ഞ്, അതായത് ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്ത് വിഗ്രഹം ഉണ്ടാക്കി പരസ്യമായോ രഹസ്യമായോ ആരാധിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. और वचन हमें ये सिखाता है कि कोई भी मूर्ति, जब हम कोई भी व्यक्ति मूर्ति बना के उसकी जब पूजा करने लगता है, उसकी जब आराधना करने लगता है, वो श्रापित है. कोई भी ऐसे मूर्ति जो व्यक्ति बनाते हैं उसको आराधना जब लोग करने लग जाते हैं, वो श्रापित है. वो मूर्ति यीशु के नाम से उसका चेहरा बना के, वो मूर्ति बना के उसकी जब आराधना करते हैं, वो व्यक्ति भी श्रापित है, ऐसे वचन कहता है. സോ നിങ്ങൾക്ക് അത് കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും മൂർത്തികളുണ്ടോ, എന്തെങ്കിലും വിഗ്രഹങ്ങളുണ്ടോ ഇപ്പം കുടുംബത്തില്, വീട്ടില്, ഓഫീസിൽ വച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് പുറത്തു വരിക. കാരണം ചിലപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു ശാപത്തിന്റെ അടിയിൽ നിന്നിരിക്കുന്നത്. इसलिए आपको अपने घर में, अपने जहाँ पे आप काम करें, आपके व्यवसाय में देखना है कि आपने ऐसी कोई मूर्ति तो नहीं रखी जिस कारण आप उस श्राप के अधीनता में हो गए हो. ആരായാലും ശാപത്തിനടി വരും. നിങ്ങൾ പറയരുത് ഞാനും എൻ്റെ കുടുംബവും സെന്റ് തോമസ് ഡയറക്റ്റ് ബാപ്റ്റിസം തന്ന ആളുകളാണ്, ഞങ്ങൾ ആദ്യമായിട്ട് യേശു കർത്താവിനെ ഈ ലോകത്ത് അറിഞ്ഞ ആളാ. കർത്താവിന്റെ വചനം പറയുന്ന ആര് ചെയ്താലും നിങ്ങൾ ശാപത്തിനടിയില്ല. और ये मत बोलने जाना कि मुझे और मेरे परिवार को तो सेंट थॉमस ने डायरेक्ट आके डुबकी दिया था, उन्होंने हमें बपतिस्मा दिया था. वचन कहता है कि कोई भी अगर मूर्ति की पूजा करेगा तो वो श्रापित होगा. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ക്രോസിൽ കിടക്കുന്ന യേശുവാണോ, മൂർത്തികൾ വച്ചിരിക്കുന്ന എല്ലാ മൂർത്തിയും റിമൂവ് ചെയ്യുക. അതിനെ നോക്കി ആരാധിക്കരുത്, അതിനെ നോക്കി പ്രാർത്ഥിക്കരുത്. കർത്താവിന്റെ നാമം എടുത്ത് കർത്താവിന്റെ നാമം ചൊല്ലി യേശുവിനെ വിളിച്ച് ആരാധിക്കണം, മൂർത്തികളെ നോക്കി ആരാധിക്കരുത്. और इस टाइम अगर आपके घर में कोई भी ऐसे मूर्ति है, हो सकता है आपने यीशु का एक मूर्ति बना के रखा हो, ऐसा कोई भी मूर्ति है, या क्रॉस के ऊपर जो यीशु टंगा है, क्रूस के ऊपर यीशु टंगा है, ऐसी भी कोई मूर्ति है तो उसको निकाल दीजिएगा, क्योंकि आप उसको देख के अगर आराधना करते हो तो आप भी श्रापित है, ऐसा वचन कहता है. और जब भी आप प्रार्थना करें, आपको यीशु का नाम लेके प्रार्थना है. उस मूर्ति की तरफ अपने चेहरे को करके या दंडवत करके आराधना नहीं करना, परंतु यीशु का नाम, इन द नेम ऑफ जीसस, यीशु का नाम लेके हमें प्रार्थना करना है. ആമേൻ. ഉൽപ്പത്തിയുടെ അധ്യായം 3:14 കഴ്സ് എന്താണ്, വാട്ട് ഈസ് മെന്റ് ടു ബി എ കഴ്സ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പല കഴ്സുകൾ ഒന്നും ഒരു ബേസിക് അറിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ ജനസിസ് അല്ലെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി 3:14 എന്തോ എഴുതിയേക്കുന്നത് നമുക്ക് പഠിക്കാം. ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 3:14 ഒന്ന് മലയാളത്തിൽ ഞാൻ വായിക്കാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ചു നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. उत्पत्ति 3:14 हम पढ़ेंगे. उसके बाद श्राप के बारे में हम सीखेंगे. अलग अलग श्राप कैसे होते हैं, वो हमारे जीवन में कैसे एक्टिवेट होते हैं, वो भी हम सीखेंगे. उत्पत्ति 3:14, तब यहोवा परमेश्वर ने सर्प से कहा, तूने जो यह किया है इसलिए तू सब घरेलू पशुओं और सब बनेले पशुओं से अधिक श्रापित है. तू पेट के बल चला करेगा और जीवन भर मिट्टी चाटता रहेगा. പാമ്പിനോട് അല്ലെങ്കിൽ സർപ്പത്തിനോട് സാത്താന്റെ രൂപത്തിൽ വന്ന
പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താനോട്, ആ പാമ്പിനോട് കർത്താവ് ശപിച്ചെന്ന് വെച്ചാൽ നീ എപ്പോഴും ഈ ഭൂമിയിൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലായിരിക്കും, നീ പൊടി തിന്ന് ജീവിക്കും, നീ നിന്റെ വയറിൽ ഉരഞ്ഞ് നടന്നായിരിക്കും നീ ജീവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഓഫീസിൽ, ബിസിനസ്സിൽ, ലോകത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ലോവർ പൊസിഷനിലെ വർക്കായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബമായിട്ട് ചെറിയ ജോലികളിലാണോ, നിങ്ങളുടെ കുടുംബമായിട്ട് ചെറിയ ബിസിനസ്സിലാണോ, എപ്പോഴും പൊടികൾ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത നല്ല നല്ല പ്രോഫിറ്റുകൾ, നല്ല നല്ല കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കിട്ടുന്നു, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളാണോ കിട്ടുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ പറ്റുന്നില്ലല്ലോ. അത് പാമ്പിന് കിട്ടിയ പോലെ ശാപം നിങ്ങളുടെ ചില ലൈഫിലും ചിലപ്പോൾ ആക്ടിവേറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് വരാം. ഒബ്സർവ് ചെയ്യുക. ഞാൻ എന്തിനാണ് ഇത് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ശാപങ്ങളുമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ ഏറ്റവും അങ്ങനെയുള്ള എന്തുകൊണ്ട് ഡീറ്റെയിൽ സ്റ്റഡി കൂടെ പറയാം. സോ ഇപ്പോഴേ പറയത് അങ്ങനൊന്നുമില്ല ഇങ്ങനൊന്നുമില്ല. നമ്മൾ ആ ഒരു ആഹാരം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പഴം മേടിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളായിരിക്കും. ഇപ്പോഴേ പറയരുത് പഴംപൊരി ഉണ്ടാക്കാനേ പറ്റത്തില്ലെന്ന് പറയരുത്. സോ നടക്കട്ടെ, നമുക്ക് ഫുള്ള് പഠിക്കുക, മനസ്സിലാക്കുക, ഓപ്പൺ മൈൻഡോട് ഇരിക്കുക, അന്നേരം അത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിനെ അടച്ചു വെക്കരുത്. ബുദ്ധിയും മനസ്സും തുറന്നിരിക്കുക. കണ്ണ് മാത്രമല്ല തുറന്നിരിക്കേണ്ടത്, കണ്ണ്, ചെവി, ബുദ്ധി, മനസ്സ് തുറന്നിരിക്കുക, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. और परमेश्वर ने यहाँ सर्प को एक श्राप दिया था, क्योंकि सर्प जो है, जो शैतान जो था, वो सर्प के रूप में ईव को, हवा को आके बहकाने लगा. इस वजह से परमेश्वर ने सर्प को एक श्राप दिया था. और सर्प को यही श्राप दिया था कि वो मिट्टी में रेंगता रहेगा और मिट्टी को चाटेगा. वो मैं ये कहना चाहता हूँ, हो सकता है आज आप अपने जीवन में भी आप जिस जगह पे आप काम कर रहे हैं वहाँ पे सबसे लोएस्ट पोजीशन में होंगे. आपका काम, आप पीढ़ियों से लोएस्ट पोजीशन, निच काम आप करने वाले व्यक्ति होंगे. जो सबसे नीचा काम है वही आप करते हैं, आपकी पीढ़ियां भी वही करती आ रही है और आप उसमें खुश नहीं हैं. तो उसका मतलब है कि आपके जीवन में ऐसा एक श्राप एक्टिवेटेड है. और मैं इस टाइम आपको बोलूँगा कि जब आप ये एपिसोड सुन रहे हैं, अपने कान को, अपने आँखों को और अपने हृदय को भी खोल के रखिएगा, क्योंकि हम अगर खुले मन के साथ बैठ के सीखेंगे तभी परमेश्वर हमारे बीच में काम कर सकता है. इसलिए खुले मन के साथ, खुले आंखों के साथ, खुले कानों के साथ बैठिएगा और परमेश्वर आपको हर एक श्राप में से छुड़ा सकता है, जैसे धीरे धीरे हम श्रापों के बारे में सीखेंगे. खाना बहुत अच्छा, खाने के लिए धन्यवाद. पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद. खाने के लिए धन्यवाद. थैंक यू.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചന്റെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ജീസസ് കിച്ചന്റെ ആദ്യത്തെ യൂണിറ്റ് NITയിൽ നടക്കുന്നു. ജീസസ് കിച്ചന്റെ രണ്ടാമത്തെ യൂണിറ്റ് ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് തന്നെ സെക്ടർ 77 ഫരീദാബാദിൽ ഈ വില്ലേജിൽ നടക്കുന്നു. ഇവിടുന്നും ഇപ്പം ഒരു സ്ലമ്മിലേക്ക്, ഒരു കോളനിയിലേക്ക് ആഹാരം എല്ലാ ദിവസവും ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതുവരെ ജീസസ് കിച്ചന് തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ടിന്യൂസ് സപ്പോർട്ട്. നിങ്ങളിൽ പലരും ഞാൻ പറയാതെ ജസ്റ്റ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഫൈനാൻഷ്യലി പ്രാർത്ഥനയോടുകൂടെ സാമ്പത്തിക സഹായങ്ങളോട് നിൽക്കുന്നതിന് വേണ്ടി കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പലരും ഇറഗുലർ ഗിവേഴ്സാണ്. ചിലപ്പോൾ തരും, ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല, ചിലപ്പോൾ മൂടുണ്ടേ ചെയ്യും, അങ്ങനെയല്ല. നിങ്ങളിൽ പലരും കർത്താവിൻ്റെ ദൈവ വർക്കിന് വേണ്ടിയിട്ട്, ജീസസ് കിച്ചന് വേണ്ടിയിട്ട്, ഈ ഗോസ്പൽ വർക്കിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായി തരുന്നു. ഒരു ബൈബിൾ വേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ താല്പര്യപ്പെടുന്നു, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ജീസസ് കിച്ചൻ്റെ പ്രോമിസ് വേഴ്സ് ബുക്ക് ഓഫ് ലൂക്കിൽ നിന്ന് അധ്യായം 14 അധ്യായം. പാസ്റ്റർ രതി ഒന്ന് ഹിന്ദിയിൽ പഠിക്കും. लूका 14:12 तब उसने अपने नेवता देने वाले से भी कहा, जब तू दिन का या रात का भोज करे तो अपने मित्रों या भाइयों या कुटुंबियों या धनवान पड़ोसी को न बुला, कहीं ऐसा न हो कि वे भी तुझे नेवता दें और तेरा बदला हो जाए। परंतु जब तू भोज करे तो कंगालों, टुंडों, लंगड़ों और अंधों को बुला, तब तू धन्य होगा, क्योंकि उनके पास तुझे बदला देने को कुछ नहीं, परंतु तुझे धर्मियों के जी उठने पर इसका प्रतिफल मिलेगा. 2020 കൊറോണ തുടങ്ങിയ സമയത്ത് മാർച്ച് ഏപ്രിലാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഈ പ്രൊജക്റ്റ് തുടങ്ങ്. ഞങ്ങൾ അന്ന് മുതൽ ആഹാരം കൊടുത്തു. അന്ന് ആ സമയങ്ങളിൽ 500 പേർക്ക് 700 പേർക്ക് വരെ ആഹാരം കൊടുക്കുന്നു. ഇപ്പോൾ 200-250 പേർക്ക് രണ്ടാമത്തെ യൂണിറ്റോടെ കൂടി 250-300 പേർക്ക് അടുത്ത ആഹാരം പോകുന്നുണ്ട്. ഈ വർക്കുകൾ തുടങ്ങിയ സമയത്ത് കർത്താവ് എനിക്ക് തന്ന പ്രോമിസ് വേഴ്സാണ്, നിങ്ങളെ അറിയാത്തവരെ, നിങ്ങൾക്ക് ഒരിക്കലും താങ്ക് യു പറയാത്ത അങ്ങനെയുള്ളവർക്ക് പോയി കൊടുക്കണം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ജീസസ് കിച്ചന് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് തുടങ്ങിയതിന് ശേഷം ഈ ചർച്ചിൽ ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ കണ്ടു. സാമ്പത്തിക അനുഗ്രഹങ്ങൾ കണ്ടു, ഫൈനാൻഷ്യൽ അനുഗ്രഹങ്ങൾ കണ്ടു, ഒത്തിരി എക്യുപ്മെൻറ്റ്സ് വന്നു. കർത്താവ് പല രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങി. ഞങ്ങളുടെ പല പ്രാർത്ഥന വിഷയങ്ങളും കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുപോലെ ജീസസ് കിച്ചനിൽ സപ്പോർട്ട് ചെയ്യുന്ന പലരും എനിക്ക് കേരളത്തിൽ നിന്ന് ഫോൺ ചെയ്ത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള മലയാളികളെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ജീസസ് കിച്ചനിലേക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കണ്ടത്. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ ഫാമിലിയുടെ എക്സ്പീരിയൻസ് ആണ്, പലരുടെയും ആയിരക്കണക്കിന് ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ടാമത്തെ യൂണിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ്, ഇപ്പം ഞങ്ങൾ ഈ ചർച്ച് നിൽക്കുന്ന സ്ഥലവും വാടക സ്ഥലത്താണ് ഞങ്ങൾ പല കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കർത്താവ് കർത്താവ് അദ്ദേഹത്തിൻ്റെ ചർച്ച് ഈ ഞങ്ങളിൽ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊക്കെ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഏക്കറുകളിൽ ചർച്ച് നിൽക്കുന്ന സമയത്ത് വലിയൊരു കിച്ചൺ ഉണ്ടാക്കി 5000 പേർക്ക് വേണ്ടി ഒരു ദിവസം ആഹാരം കൊടുക്കണമെന്നാണ് ജീസസ് കിച്ചൻ്റെ വിഷന്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ നമ്മുടെ കർത്താവ് അതിനുവേണ്ടി നമ്മളെല്ലാം ഇനേബിൾ ചെയ്യും. കർത്താവിൻ്റെ സ്നേഹം അറിയട്ടെ. അതുപോലെ ജീസസ് കിച്ചണിൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടെ ട്രാക്സും ഇതിൻ്റെ കൂടെ ഗോസ്പൽ ട്രാക്സ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു, അദ്ദേഹം ബാപ്റ്റിസം എടുത്ത് സ്നാനപ്പെട്ട് കർത്താവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്നു. സോ കർത്താവ് പല രീതികളിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കുടുംബവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് കൈവച്ചില്ല, ഇന്ന് ഈ സമയത്ത് ഈ പറഞ്ഞ നമ്പറിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. ഗൂഗിൾ പേ പല നിങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇത് മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. കർത്താവ് കൂടെയുണ്ട്. നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാം. നോർത്ത് ഇന്ത്യ യേശുവിൻ്റെ സുവിശേഷം അറിയട്ടെ. താങ്ക് യു. ഇതുവരെ നിന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആ ഉൽപ്പത്തിയുടെ 3:14 നമ്മൾ പഠിച്ചു. അതിൻ്റെ 17 നമ്മളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. और उसी उत्पत्ति के 3:17 में परमेश्वर ने ऐसा लिखा है, और आदम से उसने कहा, तूने जो अपनी पत्नी की बात सुनी और जिस वृक्ष के फल के विषय में मैंने तुझे आज्ञा दी थी कि तू उसे न खाना, उसको तूने खाया है, इसलिए भूमि तेरे कारण श्रापित है, तू उसकी उपज जीवन भर दुख के साथ खाया करेगा. ആദത്തിന്റെ മേളിൽ ശാപം കൊടുത്തതെന്ന് വെച്ചാൽ നീ കഷ്ടപ്പാടോട് കൂടിയേ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. എപ്പോഴും നീ കഷ്ടപ്പാടോടുകൂടി നീ എന്തെങ്കിലും ആഹാരം നിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ, കഷ്ടതയോടുകൂടെ.
और आदम के ऊपर परमेश्वर ने जो श्राप बोला था वो ये बोला था कि तू हमेशा पूरी मेहनत करने के बाद ही खाना खा पाएगा, मतलब पूरा मेहनत करना, पसीने को बहा के मेहनत करेगा तब भी तू फल खा सकता है. ഈ വചനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാൻ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജീസസ് കിച്ചൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു വ്യവസായമുണ്ട്. ആ വ്യവസായമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കൂടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ 100-120 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടിക്കും. ഫരീദാബാദ് മുഴുവൻ കറങ്ങും. ചിലപ്പോൾ ഗുഡ്ഗാവിൽ പോകും, ചിലപ്പം ഡൽഹിയിൽ പോകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടുകളോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. കഷ്ടപ്പാട്, ഒരു മനുഷ്യൻ ചുമ്മാതിരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വേർക്കാതെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഈ ശാപം എവിടുന്നാ വന്നേ? കർത്താവ് തന്നാ നീ കഷ്ടപ്പെട്ടേ നിനക്ക് ഒരു 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 ചപ്പാത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ആഹാരമോ കഴിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ, ഞാൻ കഷ്ടപ്പെടുന്നു, നിങ്ങളും കഷ്ടപ്പെടുന്നു, നമ്മളെല്ലാം കഷ്ടപ്പെടുന്നു. പറയുന്നത് ഞാൻ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടാവോ. ഈ ശാപത്തിൽ നിന്ന് മനുഷ്യജാതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഈ ശാപം നമ്മുടെ എല്ലാം മേലിലുണ്ട്. ഭൂമിയിൽ പറഞ്ഞ ആദത്തിനോട് പറഞ്ഞ നീ കാരണം ഭൂമിക്ക് കഷ്ടത അനുഭവിക്കുമെന്ന. സോ ഈ ശാപം ആക്ടിവേറ്റഡ് ആണ്. ഞാൻ പറയാം, ഇതിൽ നിന്നും രക്ഷയുണ്ട്. ഇതും നമുക്ക് ലൈറ്റ് രീതിയിലൂടെ കർത്താവ് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റുന്ന കർത്താവാണ്. സോ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, ഈ ശാപങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പാടിൽ കൂടെ. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിൽ ഇരുന്നിട്ടായിരിക്കും ഒരു 200 രൂപ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇത്ര കഷ്ടപ്പാടുകൾ. സോ ഈ കഷ്ടപ്പാടിൻ്റെ റീസൺ ഇതാണ്. और मैं अपने जीवन से भी एक उदाहरण देना चाहता हूँ. जैसे मैं हमारा एक व्यवसाय भी है और मैं कलीसिया का पादरी भी हूँ, उसके साथ जीसस किचन का काम भी देखता हूँ. उन सब के बीच में हमारा एक व्यवसाय भी है जो व्यवसाय हमें सपोर्ट करता है फाइनेंशियली. तो उसके लिए हम गाड़ी में जब जाते हैं मार्केटिंग का काम देखते हैं, फील्ड का काम देखते हैं, सेल्स का काम देखते हैं. उसमें डेली हम 100 से 120 किलोमीटर गाड़ी चलाते हैं. तो दिन भर पूरे दिन में हम गाड़ी चलाते हैं, अपने क्लाइंट से मिलने जाते हैं. उसके बाद हम मेहनत करते हैं. तो वचन में लिखा है कि तू मेहनत करके अपनी उपज को लेके आएगा. जो ये श्राप है हम सब के ऊपर है. आप भी कहते होंगे मैं भी सुबह से लेकर शाम तक मेहनत करता हूं, फिर जाके मेरे पास कुछ चंद रुपए आते हैं. आप दुकान खोल के बैठे होंगे, सुबह से लेकर शाम तक आप दुकान खोल के बैठते होंगे और शाम को जाके आप 200 रुपए का व्यवसाय करते होंगे, प्रॉफिट कमाते होंगे. हम सब इस श्राप के नीचे है, परंतु गुड न्यूज ये है हम सब इन श्राप में से बाहर भी निकल सकते हैं यीशु मसीह के कारण. സോ കണ്ടിന്യൂസ് ഡിപ്രഷന്, സോറോ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടോ അറിയണം. ഇത് ഈ ശാപം ആക്ടിവേറ്റഡ് ആണ്. സോ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ കൂടെ ഹോളി സ്പിരിറ്റ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, പവിത്രമായ ആത്മാവ് നമ്മുടെ മേളിൽ വരുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്ങുകളും കർത്താവ് കൊണ്ടുവരും. സോ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് ആ ആനന്ദത്തിൽ കൂടെ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റും. और पवित्र आत्मा को जानने के बाद, यीशु मसीह को ग्रहण करने के बाद इन श्रापों में से हम भी बाहर निकल सकते हैं. पवित्र आत्मा जो हमें मदद करता है, हमें सिखाता है, हमें समझाता है. जब हम उसके साथ सहभागिता के साथ बैठते हैं, उसके वचन को सुनते हैं और उसके अनुसार चलते हैं, हम भी श्रापों में से बाहर निकल सकते हैं. അതിൻ്റെ 3:17 നമ്മൾ പഠിച്ചു. 18 എഴുതിയേക്കുന്നത് മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. മുള്ളും പറക്കാരയും. और उसी का 3:18 में ऐसे लिखा है, और वह तेरे लिए कांटे और ऊंट कटारे उगाएंगे और तू खेत की उपज खाएगा. മുള്ള് എന്ന് വെച്ചാൽ തോൺസ്, പെയിന്. മുള്ളെന്ന് പറയുന്നത് നമ്മുടെ മേത്തോ ആരെങ്കിലും മേത്തോ മുള്ളു കൊണ്ടാൽ അത് വേദന കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതം വേദന നിറഞ്ഞിരിക്കുകയാണോ? ശാപങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും. കാരണം കർത്താവിൽ വന്നിരിക്കുന്ന സമയത്ത്, യേശുവിനെ അറിയുന്ന സമയത്ത് ഒത്തിരി വേദനകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മേളിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന് കർത്താവ് മാറ്റും. കാരണം കർത്താവിൻ്റെ അറിയുന്ന സമയത്ത്, ഞാൻ അത് പറയുന്നില്ല എല്ലാം ഈസി ആകുമെന്ന്, പക്ഷെ ഒത്തിരി മുള്ളുകൾ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കും ലൈഫിൽ നിന്ന്. നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂസ്ലി വേദനകളിലും പെയിൻസിലും പ്രശ്നങ്ങളിലും ഓപ്പോസിഷനുകളും നിറഞ്ഞിരിക്കുകയാണ്. ഒബ്സർവ് ചെയ്യണം കർത്താവെ. അത് കർത്താവ് മാത്രമേ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. സോ ഇത് ഒബ്സർവ് ചെയ്യുക. കണ്ടിന്യൂസ് പെയിൻ ഉണ്ടോ? ശാപം എവിടെയോ ആക്ടിവേറ്റഡ് ആണ്. अगर आपके जीवन में भी कंटिन्यूस कांटे हैं, दुख है, तकलीफ है, इसका मतलब आप भी एक श्राप के नीचे हैं. और आप परमेश्वर का नाम लेंगे तो हर एक ऐसे दुख, तकलीफ और ऐसे कांटे जो आपके जीवन में बहुत टाइम से हैं, जब हम परमेश्वर से प्रार्थना करेंगे तो ऑटोमेटिकली हम इस श्राप में से बाहर निकल सकते हैं. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാപങ്ങളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്. ഈ ശാപം അറിഞ്ഞാൽ മാത്രമേ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു തീ കത്തിക്കൊണ്ടിരിക്കുക, ആ തീ കെടുത്തണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. സോ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഉണ്ടെന്നുണ്ട്, നമ്മൾ പറയാം തീയില്ല 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 എന്ന് പറഞ്ഞാൽ തീ കത്തിക്കൊണ്ടിരിക്കും, നശിപ്പിക്കും. സോ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, വെള്ളം ഒഴിക്കുക, അതിനുവേണ്ടി എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാം, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴികൾ ഞാൻ ഇനി വരുന്ന സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ കൂടുതൽ തന്നെ ഇപ്പം ഈ മനസ്സിലാക്കേണ്ടത്, ഈ പെയിന് കണ്ടിന്യൂസ് സ്ട്രഗിൾസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങളുടെ ലൈഫിൽ പെയിൻസ് ഉണ്ട്, ആക്ടിവേറ്റഡ് ആണ്, ശാപങ്ങൾ ആക്ടിവേറ്റഡ് ആണ്. और हम सीख रहे हैं आशीष और श्राप के बारे में. अगर आपने समझ लिया कि ये श्राप मेरे जीवन में है, हम एक चीज समझ सकते हैं कि अगर कहीं आग देखा तो हमें पता है आग है तो पानी डालना है, पर अगर आग देखने के बाद भी हम बोलते हैं आग नहीं है, आग नहीं है, तो सब कुछ जल जाएगा. उसी प्रकार अगर आपने समझ लिया कि मेरे जीवन में भी ये श्राप है, तो उस श्राप में से आप बाहर निकल सकते हैं. और कैसे निकल सकते हैं वो भी हम धीरे धीरे सीखेंगे आगे आने वाले एपिसोड्स में. നമ്മൾ ശാപങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ജനസിസ് അല്ലെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ അധ്യായത്തിൽ തന്നെ കെയിന്റെ മേളിൽ ശാപം പറഞ്ഞത്, നീ എവിടെ പോയാലും നീ ഒരു വാഗബോണ്ടായിട്ട് നീ കറങ്ങി അടിച്ച് നടക്കും, നീ എവിടെ പോയാലും നീ രക്ഷപ്പെടത്തില്ല, പോകുന്നിടത്തെല്ലാം നശിപ്പിക്കുക. നിങ്ങൾ കാനഡയിൽ പോയാൽ, ഗൾഫിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ, കൊല്ലത്ത് പോയാൽ, ആഫ്രിക്കയിൽ പോയാൽ, എവിടെ പോയാലും രക്ഷപ്പെടുന്നില്ല, പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കെയിനെ പിന്തുടരുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും എവിടെ പോയാലും നിങ്ങളെ ശാപം പിന്തുടരും. നിങ്ങൾ കടലിൻ്റെ അടിയിൽ പോയാലും ആകാശത്ത് പോയാലും ശാപം നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കും. സോ ഇതിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള ഒരു മാർഗം ഞാൻ ഇന്നത്തെ ദിവസം ഒരു ട്രിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യം അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞുതരാം. പല പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ പുറത്തോട്ട് വരാനുള്ള ഒരു കീ വേർഡ്സ് ഞാൻ ഇന്നത്തെ ദിവസം പറയാം. और जिस प्रकार बाइबल में हमें केन के बारे में पता है, केन के ऊपर भी परमेश्वर ने श्राप को बोला था कि तू कहीं भी जाएगा तो तू घूमता फिरता रहेगा. उसी प्रकार आप भी आज घूमते फिरते रह रहे होंगे. आप कनाडा गए, वहां पे आप सेट नहीं हुए. आप अमेरिका गए, अफ्रीका गए, केरला गए, कनाडा गए, कहीं भी आप गए, वहां पे आप सेटल नहीं हो पा रहे. इसका मतलब आपके ऊपर भी वही केन वाला जो श्राप है वो है कि तुम घूमते फिरते रहोगे, कहीं पे भी आशीष को नहीं पाओगे. परंतु आज मैं एक रहस्य बताना चाहता हूं कि आप उस श्राप में से कैसे निकल सकते हैं. बाइबल में से हम सीखेंगे. സങ്കീർത്തനങ്ങൾ 118 10 മുതൽ 12 വരെ. ബുക്ക് ഓഫ് സാംസ് 118 വേഴ്സ് 10 to 12. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. भजन संहिता 118 10 से लेकर 12 तक. सब जातियों ने मुझको घेर लिया है, परंतु यहोवा के नाम से मैं निश्चय उन्हें नष्ट कर डालूंगा. उन्होंने मुझको घेर लिया है, निस्संदेह घेर लिया है, परंतु यहोवा के नाम से मैं निश्चय उन्हें नष्ट कर डालूंगा. उन्होंने मुझे मधुमक्खी के समान घेर लिया है, परंतु कांटों की आग के समान वे बुझ गए. यहोवा के नाम से मैं निश्चय उन्हें नष्ट कर डालूंगा. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യഹോവയുടെ നാമത്തില് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ചില കഴ്സുകൾ, ചില ശ്രാപങ്ങളുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുക, യഹോവയുടെ നാമത്തില്. और जैसे वचन में लिखा है कि यीशु के नाम से हम हर एक श्राप में से बाहर निकल सकते हैं. तो आज हम मिलके प्रार्थना करेंगे. आप भी जो श्राप आपने आइडेंटिफाई कर लिया, आपके जीवन में ये श्राप है, उसमें से आप बाहर निकल सकते हैं अगर आप यीशु के नाम से हम प्रार्थना करेंगे. तब നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ നാമത്തില്. കർത്താവേ, അങ്ങയുടെ നാമത്തില് ഈ കണ്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങള്, ഫാമിലീസ്, ആളുകള്, അവരുടെ മേളിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ശാപങ്ങൾ ഈ സമയത്ത് എന്ത് ശാപമാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ള, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പറയുക, യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് ഞാൻ അതിനെ ഛേദിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് വിശ്വസിക്കുന്ന ജനങ്ങൾ, ലോകം മുഴുവൻ ഈ സമയത്ത് കാണുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്, എല്ലാ ശാപങ്ങളെയും ഇവരുടെ കുടുംബത്തിനെ, ഇവരുടെ ബിസിനസ്സിനെ, ഇവരുടെ മാരേജിനെ, ഇവരുടെ കുഞ്ഞുങ്ങളെ, ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എഗൈൻസ്റ്റ് ഇരിക്കുന്ന ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഖണ്ഡിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഛേദിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ, ആമേൻ. आइए मिलके प्रार्थना करेंगे. और जब हम प्रार्थना करेंगे, अपने श्राप को अंगीकार कीजिए, तब मिलके हम प्रार्थना करेंगे. पिता परमेश्वर, इस टाइम जितने भी लोग आज इस एपिसोड को सुन रहे हैं, यीशु के नाम से जब इन्होंने उन श्रापों को अपने जीवन में आइडेंटिफाई कर लिया, अंगीकार कर लिया, परमेश्वर मैं प्रार्थना करता हूँ यीशु के नाम से हर एक श्राप इनके जीवन से, इनके परिवार से, इनके व्यवसाय से, इनके बच्चों के जीवन से, हर एक श्राप यीशु के नाम से दूर होने पाए. परमेश्वर, तेरे अनुग्रह को, तेरे दया को, तेरे प्रेम को इनके जीवन में हम बोलते हैं. यीशु के नाम से इस प्रार्थना को मांगते हैं. आमेन, 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 आमेन. आमेन.